ആദ്യമായി ഈ അൾത്താരെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദിയും സ്തുതിയും പറയുന്നു. എൻ്റെ വീട്ടിലെ കിണറ്റിൽ വെള്ളമില്ലായിരുന്നു. അടുത്ത വീട്ടിൽ കോൽക്കിണർ ഇറക്കുന്നവരെയും വെള്ളം ഉണ്ടായിരുന്നു. അതിനുശേഷം വെള്ളമില്ലാണ്ടായപ്പം പെട്ടെന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഉടമ്പടി ഉപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആദ്യം എനിക്കുണ്ടായിരുന്നതിനെക്കാട്ടും നല്ലോണം വെള്ളം ഇഷ്ടം പോലെ വെള്ളമായിട്ട് കിണറിൽ വെള്ളമായി. അതുപോലെ തന്നെ ഒരു കോൽക്കിണർ അടിക്കുകയും ചെയ്തു. അതിനകത്തും 5-6 മണിക്കൂർ നേരം അടിച്ചാൽ പോലും തീരാത്ത പോലെ വെള്ളം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ പറമ്പിൽ തന്നെ കിട്ടി. പിന്നെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ ലൈസൻസ് എടുത്ത് സ്കൂട്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ സ്കൂട്ടി എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഞാൻ എന്നും തൈലം തേച്ച് കാശുരൂപം പിടിച്ചിട്ടേ ഞാൻ സ്കൂട്ടിയെ കയറാറുള്ളൂ. സ്കൂട്ടിയിലും കുരിശുരൂപം വരയ്ക്കും. അതിനുശേഷമേ ഞാൻ വണ്ടിയെ കയറാറുള്ളൂ. അന്ന് പോകാൻ നേരത്ത് തന്നെ വണ്ടിയെ കയറിയപ്പോൾ തന്നെ എനിക്കെന്തോ ആക്സിഡൻ്റ് ഒന്നും എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. എന്നാലും പേടിയൊന്നും തോന്നിയില്ല. സാധാരണ വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നാലും ഞാനത് പേടിക്കാണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചെറിയ റോഡ് മുറിച്ച് അങ്ങോട്ട് കിടക്കുമ്പോഴത്തേക്കും താഴേന്ന് വന്ന ഒരു കാറ് എനിക്കിട്ട് ഇടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്നാ പറ്റിയെന്നൊന്നും അറിഞ്ഞില്ല. വണ്ടി കുറേ ദൂരം തെറിച്ച് പോയി. ഞാൻ അവിടെ തന്നെ വീണു. വണ്ടിയുടെ മുൻവശം എല്ലാം പൊട്ടി. 23,000 രൂപയുടെ പണി വണ്ടിക്കുണ്ടായിരുന്നു. എൻ്റെ മേത്തൊരു തൊലി പോലും പൊട്ടുകയും ചെയ്തില്ല. ഒരു ചോരയുടെ ഇതൊന്നും കാണാൻ പോലും ഇല്ലായിരുന്നു. ഓടിക്കൂടിയവരല്ല ആരാ വണ്ടി ഓടിച്ചതെന്നാണ് ചോദിച്ചത്. അത്രയും കൂടെ ഒന്നും പറ്റാത്ത രീതിയിൽ ഞാൻ രക്ഷപ്പെട്ടു. എന്നിട്ട് അവിടുന്ന് വണ്ടി എടുക്കാൻ പേടിയായി. ഞാൻ ആ വണ്ടിയുടെ മുൻവശം എല്ലാം പൊട്ടിയിരുന്നിട്ടും എല്ലാവരും പറഞ്ഞു വണ്ടി എടുത്തുകൊണ്ട് പോകണ്ട, അപ്പോൾ ഒരു 3-4 മീറ്ററോളം പോയാലേ വണ്ടി കൊണ്ട് വെക്കാൻ പറ്റുള്ളൂ നന്നാക്കാൻ. അപ്പം അതുകൊണ്ട് ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കത് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ തന്നെ ആ വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ ആ വണ്ടി ഞാൻ പിടിച്ചിട്ട് ബാലൻസിൽ നിൽക്കുന്നില്ല. ആ വണ്ടി ഒരു സ്റ്റേറ്റ് ബസ് വന്നപ്പോഴത്തേക്കും അതിൻ്റെ അടിയിലോട്ട് പോകാൻ തുടങ്ങി. സ്പീഡ് കൂട്ടിയപ്പം അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ പറ്റുമല്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ആ വണ്ടി സ്പീഡ് കുറച്ച് ഷോറൂമിൽ വരെ ഞാൻ തന്നെ ആ വണ്ടി കൊണ്ടു കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനൊരു ബ്യൂട്ടീഷ്യൻ. അപ്പോൾ ഞാൻ ആ ബ്യൂട്ടി പാർലർ ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, നീ വണ്ടി ഇടിച്ചിട്ട് നിനക്കെന്നും കാണുന്നില്ലല്ലോ, നീ വണ്ടി മാത്രം ഇല്ലെന്നല്ലാണ്ട് നിനക്ക് ഒന്നും പറ്റിയിട്ടില്ലോ, കണ്ട ഒരു പേടിയും തോന്നുന്നില്ല, ഒരു മുറിവോ ഒന്നുമില്ല, അത്രയും അതുപോലെ അങ്ങനെയുള്ള ആപത്തുനിന്ന് എന്നെ രക്ഷപ്പെടുത്തി. അതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷയായിട്ട് ഇടിച്ചു. അന്ന് എൻ്റെ കൊച്ചുണ്ട് കൂടെ. ഓട്ടോറിക്ഷ ഇടിച്ച് ഒരു ഭിത്തിയോട് ചേർത്ത് തന്നെ ഇങ്ങനെ അമക്കി വെച്ചു. എന്നിട്ട് വണ്ടി കയറി ഒരു കാഞ്ഞിരത്തിൻ്റെ അവിടെ ഇടിച്ചേ. അപ്പോൾ അതിൻ്റെ ഒരു മുള്ളു കയ്യെ കൊണ്ടുകയറി ഇച്ചിരി ചോര വന്നെന്നല്ലാതെ അന്നും എനിക്കൊന്നും പറ്റിയില്ല. അതുപോലെ തന്നെ പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ പാർലറിലോട്ട് പോകുമ്പോൾ താമസിച്ചുകൊണ്ട് ഇച്ചിരി സ്പീഡിലാണ് വന്നത്. അപ്പം മുമ്പിൽ പോകുന്ന 2 വണ്ടി മുമ്പിൽ കയറ്റി വിടുന്നേയില്ല. അപ്പം ഞാൻ വെച്ചു മുമ്പിൽ നിന്ന് വണ്ടിയൊന്നും വരുന്നില്ലെന്ന് കണ്ടപ്പം ഞാൻ മുമ്പോട്ട് കയറി. രണ്ട് വണ്ടി ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം മുമ്പോട്ട് കയറിയപ്പോഴത്തേക്കും എതിരെ വന്നൊരു ടിപ്പർ ലോറി വരുന്ന കണ്ടു. അപ്പോൾ സൈഡ് ആക്കണമല്ലോ എന്ന് വെച്ചാൽ ഞാൻ വേഗം സൈഡ് കിട്ടുമെന്നാണ് വിചാരിച്ചു. അതിൻ്റെ മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് വെച്ചു സൈഡ് ആക്കിയത് ഈ 2 കാറിൻ്റെ സൈഡിൽ ചെന്ന് ഇടിച്ച് തെറിച്ച് ഇപ്പുറത്തോട്ട് ടിപ്പർ ലോറിയുടെ അടിയിലോട്ട് പോലെ വന്നു. ടിപ്പർ ലോറി ഡ്രൈവർ എങ്ങനെ എടുത്തെന്ന് അറിയത്തില്ല, സൈഡിൽ കൂടെ വന്ന് വണ്ടി വട്ടം നിന്നു, റോഡിനെ വട്ടത്തിൽ നിർത്തി. അവരെന്ന് എന്നോട് പറഞ്ഞു, എന്നാണേലും നിന്നെ രക്ഷിച്ചത് ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പാ, പിന്നെ ഞങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ, അവിടെ നീ പൊക്കോളാൻ പറഞ്ഞു. അവിടുന്ന് ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടു. അങ്ങനെ പിന്നെ ചെറിയ ചെറിയ കുഴിയിൽ വീഴും അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരു തുള്ളി പോലും ചോര എന്ന് പറഞ്ഞ സാധനം ആ ഒരു മുള്ളു കൊണ്ട് വന്നതല്ലാതെ ഇതുവരെ എനിക്ക് വണ്ടിയും കൊണ്ട് ഒരാപത്തും വന്നിട്ടില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, എനിക്ക് കുഞ്ഞിലേ മുതൽ എനിക്ക് അറിവായപ്പോൾ മുതൽ ശ്വാസമുട്ടിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഗുളികയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഉടമ്പടി ഉപ്പും തേനും ഉപയോഗിക്കാൻ തുടങ്ങി. അതിൽ പിന്നെ എനിക്ക് ഇതുവരെ ഉടമ്പടിയിൽ വന്ന പിന്നെ എനിക്ക് ശ്വാസം മുട്ട് വന്നിട്ടേ ഇല്ല. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് വന്ന പത്രം അന്യമതസ്ഥരുടെ ഇടയിൽ കുറേ കൊടുക്കാറുണ്ട്. പിന്നെ സ്കൂട്ടി എടുത്തുകൊണ്ട് പോകും. അങ്ങനെ പോകുന്ന വഴിക്ക് കാണുന്നവർക്കെല്ലാം കൊടുക്കും. അർഹതപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. പിന്നെ ഉടമ്പടി പത്രത്തിൻ്റെ മേലെ വചനം എഴുതി വയ്ക്കാറുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ എല്ലാവർക്കും ഈ പത്രം കൊടുക്കാറുള്ളത്. പിന്നെ അതുകൂടാതെ കുർബാനയിലൊക്കെ പങ്കുകൊള്ളാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു, അടുത്തല്ല കുറച്ച് ദൂരം, അവിടെയുള്ള ഒരു അപ്പച്ചനെയും അമ്മച്ചിനെയൊക്കെ നോക്കുന്നൊരു സ്ഥാപനത്തിൽ അവർക്ക് പിന്നെ അവിടുത്തെ ചേച്ചിക്ക് അവരുടെ അമ്മയ്ക്ക് സുഖമില്ലാഞ്ഞിട്ട് കാണാൻ പോകണം, മോളെ ഒന്നൊരു 10. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി സഹായിക്കും, സാധനമൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നത്.
എന്നോട് ചോദിച്ചു, ഒരു 10 ദിവസത്തേക്ക് മോളൊന്ന് വന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാവോ? അപ്പോൾ എനിക്ക് കൊച്ചുണ്ട്, ചെറിയ കൊച്ചുണ്ട്, സ്കൂളിൽ പോകുന്നത്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുണ്ട്, എന്നാലും സാരമില്ല, ഞാനൊരു കാര്യം ചെയ്യാം, രാവിലത്തെ ഭക്ഷണം ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരാം, പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഞാൻ ഇവിടെ വന്നിട്ട് ആക്കിക്കോളാം, അങ്ങനെ മതിയാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ആ ഓക്കേ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ രാവിലത്തേക്കുള്ള ഭക്ഷണം അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോയി, ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം അവിടുന്ന് പിന്നെ അവിടെ ഉണ്ടാക്കി കൊടുക്കും. അതപ്പോൾ കൃപാസനത്തിൽ തന്ന ഉടമ്പടി എടുത്തൊരു കൊച്ച് ഉച്ചക്കത്തേക്കുള്ള കറി കൊണ്ടു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഈ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. പിന്നെ ആത്മീയ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, ആത്മീയ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരുപാട് നേരത്തെ ഒന്നും അങ്ങനെ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. ഇപ്പോൾ രാവിലെ എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം അഖണ്ഡ ജപമാല ചൊല്ലിയും ജപമാലകൾ ഒരുപാട് ചൊല്ലും. പിന്നെ എവിടെയെങ്കിലും എനിക്ക് വെറുതെ സമയം ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും സമയം കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ അടുത്തുള്ള പള്ളികളിലെല്ലാം കുർബാനയിൽ കൂടും. പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ മറ്റുള്ളവർക്ക് പറയും. പിന്നെ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ 2-3 പേരെയും കൊണ്ട് എൻ്റെ സാക്ഷ്യം പറഞ്ഞതിൻ്റെ പേരിൽ അവർ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് അവർക്ക് വലിയ വലിയ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനതിവിടെ പറയുന്നില്ല, അവർ തന്നെ വന്ന് പറയും. പിന്നെ കുമ്പസാരിക്കുന്ന കാര്യം, ഞാൻ ആഴ്ചയിൽ 1 കുമ്പസാരിക്കുന്നുണ്ട്, ചിലപ്പോഴൊക്കെ മാസത്തിൽ 1 ആകാറുണ്ട്, അങ്ങനെ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ പരമാവധി കുർബാനയിൽ കൊള്ളാറുണ്ട്, കുർബാന പങ്കെടുക്കാറുണ്ട്. ഇതൊക്കെയാണ് ആത്മീയ പ്രവൃത്തി. 139 സങ്കീർത്തനം 5 തിരുവചനം പറയുന്നു, മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്, ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു, എനിക്ക് അപ്രാപ്യമാമിതം അത് ഉന്നതമാണ്. സോയാമോളുടെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. സോയാമോൾക്ക് വീട്ടിലെ ഒരു വലിയ പ്രശ്നമായിരുന്നു, തങ്ങളുടെ കിണറ്റിൽ വെള്ളമുണ്ടായിരുന്നില്ല. തനിക്കൊരു വലിയ ശ്വാസം മുട്ടലുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഈ പ്രത്യേക നിയോഗങ്ങളുമായിട്ടാണ് ഉടമ്പടിയിലേക്ക് പ്രവേശിച്ച് കൃപാസനത്തിൽ വന്ന് താൻ ഉടമ്പടി എടുത്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ വലിയ പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരു അനുഭവം താൻ ഇവിടെ ഏറ്റുപറഞ്ഞു. ഇവിടെ നിന്ന് ലഭിച്ച ഉപ്പും തൈലവും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് അവർ കിണറ്റിലേക്ക് ഉപ്പിട്ട് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ആ കിണറ്റിലെ വെള്ളം വളരെ അത്ഭുതമാം വിധം വർദ്ധിച്ചു എന്നാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. വളരെയധികം പേർ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അടുത്തുള്ള വീട്ടുകാരെല്ലാം കുഴൽ കിണർ കുഴിക്കുമ്പോൾ തങ്ങളുടെ വെള്ളത്തിൻ്റെ ലെവൽ എപ്പോഴും താന്നു പോകാറുണ്ട്. പക്ഷെ വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം, വിശ്വാസത്തിൻ്റെയും വിശ്വസ്തതയുടെയും പ്രയോഗം, ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ നമ്മുടെ വിശുദ്ധ വസ്തുക്കളെയെല്ലാം ആക്ടിവേറ്റ് ചെയ്യുമ്പോഴുള്ള ആ പ്രയോഗം വളരെ വലുതാണ്, നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും അനുഭവിക്കുന്നതാണ്. ഈ സഹോദരിക്കും അങ്ങനെ ഒരു വലിയ അത്ഭുതം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് ഏറ്റുപറയുന്നു. ഇത് പരിശുദ്ധ അമ്മയുടെ സാമീപ്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ സാമീപ്യം പല സമയത്തായി സുഗന്ധാഭിഷേകമായും മഴവില്ലായും തിരുനാളത്തിലായും നമുക്കെപ്പോഴും ഒരു ഷെയ്ഡായും ഒക്കെ നമുക്ക് പലരും അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ സാമീപ്യം. ഉടമ്പടിയെടുത്തൊരു വ്യക്തിക്ക് എപ്പോഴും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം വളരെ ശക്തമാണ്. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ഓർത്തെടുക്കാനും നമ്മെ ഓർമ്മിപ്പിക്കാനും ചെവിയിൽ കേൾക്കുന്ന ആ മന്ത്രം നമുക്കെപ്പോഴും ശ്രദ്ധിക്കുവാനും ഒക്കെയുള്ള വലിയ കൃപ നൽകുന്നു. കാരണം പരിശുദ്ധ അമ്മ എപ്പോഴും കാനായിലെ വിവാഹത്തിൽ വെച്ച് പറഞ്ഞ ആ വലിയ കാര്യം തന്നെയാണ് നമ്മോടും പറയുന്നത്. അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവൻ പറയുന്നത് പോലെ ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും സുവിശേഷങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. സുവിശേഷം വായിക്കുമ്പോഴാണ് നമുക്ക് ശ്രദ്ധാപൂർവം അവൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോയ അതേറ്റു പറയുകയാണ്, സുവിശേഷ വായനയിലൂടെ എനിക്ക് എപ്പോഴും പരിശുദ്ധ അമ്മയെ ശ്രവിക്കുവാനും ഈശോയെ പ്രാപിക്കുവാനും സാധിക്കുന്നതെന്നാണ്. ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനിരിക്കുന്ന ഒരു ദൈവം നമ്മെ ആവശ്യങ്ങൾ തരുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു അവസ്ഥ മാത്രമല്ല, ഇതൊരു ജീവിത രീതിയാണെന്ന് ഇന്ന് ലോകം ഏറ്റെടുത്തു കഴിഞ്ഞു. ലോകം നെഞ്ചിലേറ്റിരിക്കുന്ന ഒരു വലിയ ജീവിത ക്രമമാണ്, ജീവിത രീതിയാണ്, ഡിസിപ്ലിൻ വേ ആണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുപോലെ ഈ സഹോദരി പറയാറുണ്ട്, ഞാൻ ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കാറുണ്ടെന്ന്. ഇവിടെ ഒരു സാക്ഷ്യം പറയാനെത്തിയ ഒരു സഹോദരൻ, സാക്ഷ്യം വളരെ സൂപ്പറാണ്, പക്ഷേ അദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞാൻ എന്തിനു കുമ്പസാരിക്കണം, എനിക്ക് വല്ലപ്പോഴും ഒക്കെ കുമ്പസാരിക്കേണ്ട ആവശ്യമുള്ളൂ. അതിൽ നമ്മൾ ആധ്യാത്മിക ജീവിതത്തിൽ തോറ്റു. എനിക്ക് തെറ്റില്ല, എനിക്ക് തിന്മയില്ല എന്ന് പറയുന്നത് തന്നെ നാം അവിടെ തോൽവിയുടെ ഒരടയാളമാണ്. നമുക്ക് ഈശോയുമായിട്ടുള്ള ഞാൻ എപ്പോഴെല്ലാം ഈശോയിൽ നിന്ന് അകന്നു പോയോ
അതെല്ലാം എൻ്റെ പാപാവസ്ഥയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ ഉടമ്പടി ജീവിതം ഒരു വലിയ അട്ടർ ഫെയിലിയറാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരി പറയുന്നു, ഞാൻ എപ്പോഴും ആഴ്ചയിലൊരിക്കലെങ്കിലും എനിക്ക് കുമ്പസാരിക്കാനുള്ള അവസരം ലഭിക്കുന്നു. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മെ എപ്പോഴും ഉടമ്പടിയിലായിരിക്കാൻ പരിശുദ്ധ അമ്മ സഹായിക്കുന്നു എന്ന വലിയ അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം. ഈ സഹോദരിക്ക് എപ്പോഴും സാമീപ്യവും സംരക്ഷണവും സൗഖ്യവും ഉണ്ടെന്ന് ഏറ്റുപറയുന്നു. സഹോദരി 3 പ്രാവശ്യം ആക്സിഡൻറ്റിൽപ്പെട്ട് അത്ഭുതകരമാംവിധം രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. അതൊരു രക്ഷപ്പെടലല്ല, പരിശുദ്ധ അമ്മയുടെ സാമീപ്യത്തിലുണ്ടായ വലിയ ഒരു സംരക്ഷണമാണത്. പരിശുദ്ധ അമ്മ സഹോദരിക്ക് നൽകിയതൊരു മുള്ളിൻ്റെ പോറൽ മാത്രമാണെന്ന് പറയുന്നു. 3 പ്രാവശ്യത്തെ ആക്സിഡൻറ്റിൽ, വലിയ ആക്സിഡൻറ്റ്, ജീവിതം അവസാനിച്ചേക്കാവുന്ന, ഒരു ഡെഡ് ബോഡിയായി വന്നേക്കാവുന്ന ഒരു വലിയ അത്ഭുതങ്ങളാണ് ഈ സഹോദരിക്ക് സംരക്ഷണത്തിലൂടെ ലഭിച്ചിട്ടുള്ളത്. ഉടമ്പടിയിലായിരിക്കുന്ന എല്ലാവർക്കും, നമുക്ക് ഇന്ന് ഉടമ്പടി എടുക്കുന്നവരും ജോസഫ് അച്ഛനെ കാണാൻ വരുന്നവരുമെല്ലാം എപ്പോഴും ഉടമ്പടിയിലേക്ക് അടുത്ത് നീങ്ങുന്ന, അടുത്ത് വരുന്ന, ഈശോയിലേക്ക് അടുക്കുന്ന പ്രക്രിയയിലാണ്, പ്രോസസ്സിലാണ് നാം എല്ലാവരും. നമുക്ക് വിശ്വസ്തയോടെ ആയിരിക്കാം. സ്വയമോൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.